പെൺകുട്ടി ഉണർന്നപ്പോൾ അവളുടെ മുറി മുഴുവൻ വളർന്ന് പടിക്കെട്ടിലേക്ക് പടർന്നിരിക്കുന്നതായി അവൾ കണ്ടെത്തി. കാട്ടിലെ മന്ത്രവാദിനിയുടെ മാന്ത്രിക പക്ഷിയെ ബെല്ല മുമ്പ് വിട്ടിരുന്നുവെന്നും അതിന്റെ ഫലമായി മന്ത്രവാദിനി അവളുടെ മേലൊരു ശാപം വെച്ചിരുന്നുവെന്നും മനസ്സിലായി. അവളുടെ മുടി വള്ളികൾ പോലെ വന്യമായി വളർന്നു, ഒരു നദി പോലെ ഒഴുകി. കത്രികയോ അരിവാളോ ഉപയോഗിച്ചാലും ഒരിഴ പോലും മുറിക്കാൻ കഴിഞ്ഞില്ല. ഈ നിരക്കിൽ ബെല്ലയിൽ നിന്ന് എല്ലാ പോഷകങ്ങളും വറ്റിപ്പോയതും മുടിയിൽ പൊതിഞ്ഞ ഒരു മമ്മിഫൈഡ് ശവമായി മാറാൻ അധികം താമസിയാതെ തന്നെ കഴിയുമായിരുന്നു. അപ്പോഴാണ് ബെല്ലയുടെ ജീവൻ രക്ഷിച്ചതിന് പ്രതിഫലം നൽകാൻ ഒരു മാന്ത്രിക പക്ഷി പറന്നുയർന്നത്. കാട്ടിനുള്ളിൽ ഒരു മരം വെട്ടുകാരൻ താമസിക്കുന്നുണ്ടെന്നും ബെല്ലയുടെ ശപിക്കപ്പെട്ട മുടി ഉൾപ്പെടെ ലോകത്തിലെ എന്തിനേയും മുറിക്കാൻ കഴിവുള്ള ഒരു മാന്ത്രിക കോടാലി അയാൾക്കുണ്ടെന്നും അത് അവരോട് പറഞ്ഞു. അവർ ഉടൻ തന്നെ ബാഗുകൾ പാക്ക് ചെയ്ത് പോകാൻ തയ്യാറായി. പോകുന്നതിനു മുമ്പ് ക്ലോസ് വയർ നിറയ്ക്കാൻ ഒരു ആപ്പിൾ എടുക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ ചെന്നായ പെട്ടെന്ന് ആപ്പിൾ തട്ടിയെടുത്ത് വലിച്ചെറിഞ്ഞ് മുന്നറിയിപ്പ് നൽകി. സ്നോ വൈറ്റ് ഒരിക്കൽ താമസിച്ചിരുന്നത് ഇവിടെയായിരുന്നു. ഈ ആപ്പിളുകൾ ഒരു മന്ത്രവാദിനിയുടെ ശാപം മൂലം വിഷാപ്പിളുകളായി മാറിയിരിക്കാം. കാട്ടിൽ പ്രവേശിച്ചധികം താമസിയാതെ അവരൊരു മാന്ത്രിക വേട്ടക്കാരനെ കണ്ടുമുട്ടി. ബെല്ലയുടെ അസാധാരണമാംവിധം നീണ്ട മുടി കണ്ട വേട്ടക്കാരൻ അവളെ ഒരു മന്ത്രവാദിനിയാണെന്ന് തെറ്റിദ്ധരിച്ച് ഒരു മരക്കൊമ്പിൽ പൂട്ടിയിട്ടു. വേർപിരിഞ്ഞ ചെന്നായിയും ക്ലോസും മരം വെട്ടുകാരനെ കാട്ടിൽ ആഴത്തിൽ കണ്ടെത്തി. പക്ഷെ അവന്റെ കോടാലി ലഭിക്കാൻ മരം വെട്ടൽ പൂർത്തിയാക്കുന്നതിന് മുമ്പ് അവർക്ക് അവന്റെ പേര് ഊഹിക്കേണ്ടി വന്നു. ഒരു സൂചനയും ലഭിക്കാതെ ക്ലോസ് യുഗങ്ങളോളം ഊഹിച്ചു. എല്ലാത്തിനുമുപരി മരം വെട്ടുകാരൻ നൂറുകണക്കിന് വർഷങ്ങളായി ഇവിടെ ഏകാന്തതയിൽ കഴിയുകയായിരുന്നു. നിരാശയോടെ അവർ ചതിക്കാൻ ശ്രമിച്ചു. പക്ഷെ മരം വെട്ടുകാരൻ അന്ധനായിരുന്നെങ്കിലും അവന്റെ കേൾവി അസാധാരണമാംവിധം മൂർച്ചയുള്ളനായിരുന്നു. അവൻ അവരെ അരപ്പടി പോലും കടക്കാൻ അനുവദിച്ചില്ല. മരം പൂർണ്ണമായും മുറിക്കാൻ പോകുമ്പോൾ പെട്ടെന്ന് മാന്ത്രിക പക്ഷി പിന്നോട്ട് പറന്നു. മരം വെട്ടുകാരന്റെ തൊപ്പിയിൽ ഒരു സൂചന കണ്ടെത്തി അത് ഉടൻ തന്നെ ക്ലോസിന്റെ ചെവിയിലേക്ക് പറന്ന് അവനോട് മന്ത്രിച്ചു. കൗണ്ട്ഡൌണിന്റെ അവസാന നിമിഷത്തിൽ ക്ലോസ് മരം വെട്ടുകാരന്റെ പേര് വിളിച്ചു പറഞ്ഞു. അത് ശരിയാണ്, അവനെ മരം വെട്ടുകാരൻ എന്ന് മാത്രമേ വിളിച്ചിരുന്നുള്ളൂ. മരം വെട്ടുകാരൻ തന്റെ വാഗ്ദാനം പാലിക്കുകയും അവർക്ക് കോടാലി നൽകുകയും ചെയ്തു. അതേസമയം മാന്ത്രിക പക്ഷി ബെല്ലയെയും കണ്ടെത്തി ചെന്നായിക്കും ക്ലോസിനും വാർത്തയെത്തിച്ചു. ബെല്ലയെ തടവിലാക്കിയ വലിയ മരത്തിനടുത്തേക്ക് അവർ എത്തി. പക്ഷേ എത്ര തിരഞ്ഞിട്ടും പ്രവേശന കവാടം കണ്ടെത്താൻ കഴിഞ്ഞില്ല. മാന്ത്രിക വേട്ടക്കാരൻ വാതിൽ മറയ്ക്കാൻ മാന്ത്രികത ഉപയോഗിച്ചിരുന്നുവെന്ന് വ്യക്തമാണ്. ക്ലോസിനൊരു പ്രചോദനം ലഭിച്ചു. മാന്ത്രിക കോടാലി ഉപയോഗിച്ച് മരം നേരിട്ട് തുറക്കാൻ ആഗ്രഹിച്ചു. പക്ഷെ ചെന്നായ അവനെ തടഞ്ഞു. ഇത് ബെല്ലയെയും കൊല്ലുമെന്ന് പറഞ്ഞു. നിരാശയിൽ ബെല്ലയ്ക്ക് പോലും തലവേദന സൃഷ്ടിക്കുന്ന ഒരു പരിഹാരം അവർ കണ്ടെത്തി. അവളുടെ മുന്തിരിവള്ളി പോലുള്ള നീണ്ട മുടി താഴേക്കെറിഞ്ഞൊരു ഊഞ്ഞാലായി ഉപയോഗിക്കാൻ അവളെ നിർബന്ധിച്ചു. ചെന്നായ മുടി ഉപയോഗിച്ച് മുകളിലേക്ക് കയറി ബെല്ലയെ വിജയകരമായി രക്ഷിച്ചു. അപ്പോഴേക്കും വേട്ടക്കാരൻ തിരിച്ചെത്തി. ക്ലോസ് പിന്നിൽ നിന്ന് അവനെ പതിയിരുന്ന് ആക്രമിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവന്റെ കൈ വാതിലിൽ കുടുങ്ങി. അവന്റെ കൈകളിലെ മാന്ത്രിക കോടാലി ഉപയോഗശൂന്യമായി. വേൽഫിനെ വേട്ടക്കാരൻ തല്ലിക്കൊന്ന് കൊല്ലാൻ പോകുമ്പോൾ പെട്ടെന്ന് ബെല്ല ക്ലോസിൽ നിന്ന് മാന്ത്രിക കോടാലി എടുത്തു. എന്നാൽ മാന്ത്രിക കോടാലി മരം മുറിക്കുക മാത്രമേ ചെയ്തുള്ളൂ, ആളുകളെ ഉപദ്രവിച്ചില്ല. മേശ പിളർന്ന നിമിഷം വേട്ടക്കാരൻ നിലത്തൊരു കരടിക്കിണയും ഇട്ടു. അവന്റെ തുട മുറുകെ പിടിച്ചു. ചെന്നായി അവനെ അവസാനിപ്പിക്കാൻ ആഗ്രഹിച്ചു. പക്ഷെ ബെല്ലയുടെ കരുണാമയമായ സ്വഭാവം ഇടപെട്ടു. ഒടുവിൽ അവൾ അവന്റെ ജീവൻ രക്ഷിച്ചു. പിന്നീട് മന്ത്രവാദിനിയുടെ ശാപം തകർക്കാൻ ബെല്ല മാന്ത്രിക കോടാലി ഉപയോഗിച്ചു. ഗ്രാമത്തിനടുത്ത കുള്ളനെ കണ്ടെത്തി. കുള്ളൻ ഇതിനകം മാന്ത്രിക കണ്ണാടി ഉപയോഗിച്ച് ഒരു ആടിനെ വാങ്ങിയിരുന്നു എന്ന് കണ്ടെത്തി.